1 കൊല്ലോ 2 കൊല്ലോ മറ്റോ കഴിഞ്ഞപ്പോൾ മയൂഹം ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എറണാകുളത്തൊരു ലോഡ്ജിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് കതകന് മുട്ടി. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് മദ്യപാനികളൊന്ന് മുട്ടി എന്നെ ചീത്ത പറഞ്ഞു, തുറക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ മദ്യപാനിയാണെന്ന് ചോദിച്ചു ഇടി കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെ ഞാൻ ചെന്ന് ഡോർ തുറന്ന് ഇടിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ തൊഴുതുകൊണ്ട് ചേട്ടാ ഞാൻ വിജയനാണ്, ശകലം മദ്യപിച്ച് പോയി, ചേട്ടാ ക്ഷമിക്കണം. എൻ്റെ കാല വീണ് അയാൾ മാപ്പ് ചോദിച്ചു. ഞാൻ ചെന്നിട്ട് കാല വീണേ, എനിക്ക് കാല വീഴുന്നത് ഇഷ്ടമല്ല ചേട്ടാ, ഇത് മദ്യപിച്ചതിന് കൂടി ആണ് വേറൊരു കാര്യത്തിനും കൂടെ. അതെന്താ, അന്ന് ചേട്ടനെ അവിടെ ആ വിവരം പറഞ്ഞ് വരുത്താതിരുന്നത് നെടുമുടി വേണു പറഞ്ഞിട്ടാണ്. അയാൾ നെടുമുടി വേണു ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഇയാളെ വിശ്വസിക്കാതിരിക്കണം. അതുമാത്രമല്ല, ഈ വേണുവിനെ കുറിച്ച് പല പ്രാവശ്യം പലയിടത്തും എന്നെ അയാൾക്ക് അസുഖമാണെന്നും ക്ലാരിറ്റി ഇല്ലെന്നും പഴയ പോലൊന്നും പുള്ളിക്ക് പറ്റത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ 12 മണിയൊക്കെ ആകും ലൊക്കേഷന് വരാൻ, നിങ്ങളെ അങ്ങനെ തീർക്കും 25 ദിവസം കൊണ്ട് പടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ ഇന്നലെ ചോദിച്ചത്. തിലകൻ 12 മണിക്കൊക്കെയാണ് ലൊക്കേഷൻ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 10-11 പടങ്ങൾ പടപടാന്ന് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. അതിൽപ്പെടും ഈ ഇവിടം സ്വർഗമാണ്, ദ്രോണ എല്ലാം. അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർമാരൊക്കെ ഇപ്പോഴുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയട്ടെ ഞാൻ 12 മണിക്ക് വരത്തുള്ളൂ. 9 മണിക്ക് ഞാൻ എൻ്റെ റൂമിൽ റെഡിയാണ്. അത് ഞാൻ പറഞ്ഞിട്ടാണ് അഡ്വാൻസ് മേടിക്കുന്നത്. 9 മണിക്ക് കാറുണ്ടെങ്കിൽ ഞാൻ കയറും. അവിടെ ചെന്നാൽ മേക്കപ്പ് ഇടാം, എല്ലാം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ഭക്ഷണം കുത്തിവെപ്പുണ്ട്, അത് എല്ലാം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. എനിക്ക് വേണ്ടി വെച്ച സീൻ അന്ന് വൈകുന്നേരം തീർന്നിരിക്കും, ഒന്നും പെൻഡിങ് വന്നിട്ടില്ല. ആ എന്നെക്കുറിച്ച് ഇവർക്ക് മറുപടി തരാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അവർ മറുപടി തിലകൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് നെടുമുടി വേണുവിനോടൊക്കെ ഉള്ള എൻ്റെ ഒരു വിരോധം. മമ്മൂട്ടിയായിട്ടുള്ള ഒരു റിസൾട്ട്, മമ്മൂട്ടിയായിട്ട് ഇപ്പോൾ റിസൾട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങളിത് ഓണ ചെയ്തല്ലേ, അപ്പോൾ റിസൾട്ടൊന്നുമില്ല. പക്ഷെ ആ ഒരു കെമിസ്ട്രി ശരിയായില്ല. കെമിസ്ട്രി ശരിയായില്ലെന്ന് പറയുന്നതിനകത്ത് നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. കാരണം ഈ കെമിസ്ട്രിയുടെ കാര്യം പറയാനിടയായത് ആദ്യം പറയാം. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ അഭിനയിച്ച ഓർക്കുക വല്ലപ്പോഴും എന്നുള്ള സിനിമ ആലപ്പുഴ ഒരു ഫിലിം ക്ലബ്ബ് ആദ്യമായിട്ട് ആരംഭിച്ചപ്പോൾ പ്രൊജക്റ്റ് ചെയ്തു. അവിടെ ഫിലിം ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ അത് കുറേ അധികം പടങ്ങളുണ്ട്. അതിൽ 2 ദിവസം മുമ്പത്തെ പ്രൊജക്ഷൻ ഈ പടമായിരുന്നു. അപ്പോൾ അതിന് കാരണക്കാരനായ ഒരു ചെറുപ്പക്കാരുണ്ട്, അയാൾ ഇതൊന്നും ഒക്കെ ആദ്യം ചെയ്യുന്നത്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറെന്ന് പറഞ്ഞാൽ സാറേ എനിക്ക് ചിലവൊന്നും തരാൻ പറ്റില്ല. അപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, വരുന്ന വഴിയാണല്ലോ ആലപ്പുഴ. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം, അവിടെ ഒരു മുറി പറഞ്ഞിരുന്നു, മുറി താമസിച്ചുകൊണ്ട് ഞാനിതിന് ചെല്ലുന്നു. പ്രദർശനം കഴിഞ്ഞ് ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിലിട്ട് 5 ദിവസം മറ്റോ ഓടിയുള്ളൂ, എന്നാലും പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, തിയേറ്ററിലും ഇഷ്ടപ്പെട്ടു. ഓടിയില്ല, കൂടിയതോ എന്തുകൊണ്ടോ, അത് വേറെ ചില വിഷയമാണ്. ഇത് കഴിഞ്ഞിട്ട് അന്ന് പടം കാണാനുണ്ടായിരുന്ന ആൾക്കാർ എൻ്റെ ചുറ്റും കൂടി ചില ചാനൽസും കൂടി മൈക്കും എല്ലാം വെച്ച് എന്നോട് ഇരുത്തി പല ചോദ്യങ്ങൾ ചോദിച്ചു കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, ഈ കിരീടം എന്ന പടത്തിൽ നിങ്ങൾ അഭിനയിച്ചപ്പോൾ, ലാലും നിങ്ങളുമായി അഭിനയിച്ചപ്പോൾ ആരാണ് ഇതിൽ നന്നായി അഭിനയിക്കുന്നതെന്ന് പറയാനൊക്കാത്ത തരത്തിൽ മനോഹരമായിരുന്നു, അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് ഈ ഇപ്പോഴുള്ള ഈ കോൺട്രവേഴ്സിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യമാണ്. ഒരു ഇൻട്രാക്ഷനാണ് അന്നേരം നടന്നത്. അതിലൊരു പ്രേക്ഷകൻ്റെ ഒരു സംശയമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് നടന്മാരെന്നുള്ള നിലയിൽ അല്ലെ അഭിനേതാക്കൾ എന്നുള്ള നിലയിൽ കൗണ്ടറിൽ നിൽക്കുന്ന മറ്റൊരു അഭിനേതാവായിട്ട് അഭിനയിക്കുമ്പോൾ ചില സമയത്ത് ചിലർക്കായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും. ഈ കലാപ്രകടനത്തിന് എല്ലാ അനുഭൂതിയാണുള്ളത്, പണം സെക്കൻഡറിയാണ്. പക്ഷെ അതിനും ഉപരിയായി മറ്റൊരു അനുഭൂതി ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നതെല്ലാം ഒന്നിനൊന്നും മെച്ചമാവും നമുക്ക് തന്നെ തോന്നും. അതാണ് കിരീടത്തിൻ്റെ മേന്മ, ഞങ്ങളുടെ അഭിനയത്തിലെ മേന്മ. കിരീടത്തിന് മറ്റു ചില നല്ല വശങ്ങളുണ്ട്, അതിലവിടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ദ്രോണയിലോ എന്ന് ചോദിച്ചു. നമ്മൾ ദ്രോണയിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടായില്ല എന്നേ പറഞ്ഞുള്ളൂ. ഇത് 2 അഭിനേതാക്കൾ തമ്മിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ആണ് ഈ കെമിസ്ട്രി എന്ന് പറയപ്പെടുന്നതാണ്. അതിന് കെമിസ്ട്രി എന്ന് പറയാവുമെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അത് ഈ തൽപര കക്ഷികൾ ഇപ്പോഴത്തെ കോൺട്രവേഴ്സിയായിട്ട് കൂട്ടിച്ചേർത്ത് കെട്ടിയോടെ വെച്ചിരിക്കുകയാണ്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. ഇത് മമ്മൂട്ടി പറയട്ടെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ
താഴ്ത്തിക്കെട്ടാനാണെന്ന് മമ്മൂട്ടി പറയട്ടെ. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ ഇതൊരു നടൻ്റെ സ്വാതന്ത്ര്യം കൂടെ അത് പറയുന്നത്. ഇനി ആരെങ്കിലും അടുത്ത തലമുറയിലോ ഇപ്പോൾ ഉള്ള തലമുറയിലോ അഭിനയിക്കാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്നെങ്കിൽ അവർക്കൂടെ പാഠമാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇങ്ങനെയുണ്ടൊരു ഒരു ഒരു അനുഭൂതി. ഇല്ല, തിലക് ചേട്ടൻ നേരത്തെ പറഞ്ഞു മമ്മൂട്ടിക്ക് അവസരമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ സി വി മലയിലെ ആ സിനിമയിൽ ഭ്രാന്തൻ ക്യാരക്ടർ അത് കൊടുക്കുന്നു. ഞാനല്ല കൊടുത്തത്. അല്ല, അങ്ങനെ ഒരു അദ്ദേഹത്തെ ഞാൻ ഉപദേശിച്ചു, അത് വരുമ്പോൾ ഒരു നിർദ്ദേശം വരുന്നു. ഇതെന്നോട് പറഞ്ഞിട്ടുള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഞാനും മമ്മൂട്ടിയായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പേരിലാണത് പറയുന്നത്. പിന്നീട് ന്യൂഡൽഹി കിട്ടുന്നു. അതോടൊപ്പം തന്നെ ന്യൂഡൽഹിയിലിപ്പോൾ അദ്ദേഹത്തിന്റെ വീണടത്തുനിന്ന് എഴുന്നേറ്റെന്ന് വേണേൽ പറയാം. ഇപ്പോഴും അതേ ആ നിലയിൽ നിൽക്കുന്നതുകൊണ്ടാണോ ഈ പഴയ കാലം അദ്ദേഹം ആ നിലയിൽ നിന്നും മാറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ തമ്മിൽ 1-2 പ്രാവശ്യം ഉരസിയത് അതുകൊണ്ട് തന്നെയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ട് ഉരസിയതാണ്. അതിലെനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആവശ്യമില്ലായിരുന്നു. അല്ലാതൊന്നുമില്ല. അല്ല, ഇപ്പോൾ ദ്രോണയിൽ ഞാൻ അവസാനത്തെ ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ മുഖത്ത് ഇത്രയും നീരുണ്ടായിരുന്നു. ആ പടത്തിലത് അറിയാം, അതിൻ്റെ സ്റ്റില്ലിലും അറിയാം. കാരണം എനിക്ക് പൾമനറി എഡിമ ഉണ്ടായി, പെട്ടെന്ന് ശ്വാസം മുട്ടലുണ്ടായി. ഉണ്ടായിട്ട് വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ. അപ്പോൾ ഒരു സീൻ കൂടെ എടുക്കാനുള്ളൂ, ചെറിയ സീൻ. അപ്പോൾ എടുത്താൽ എനിക്ക് ദ്രോണയിലെ എൻ്റെ വർക്ക് തീരും. അത് മമ്മൂട്ടി ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ വരുന്നു, ഞാൻ ആ പാലത്തിലേക്ക് കയറാൻ പോകുന്നു കാറുമായിട്ട്. എൻ്റെ കാറിനകത്ത് നവ്യ നായരുണ്ട്. മമ്മൂട്ടി എതിരെ വന്ന് ഈ കാറ് തടസ്സപ്പെടുത്തിയിട്ട് ഇറങ്ങി വന്ന് നവ്യ നായരെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ ഇടാന്ന് വിളിക്കുന്നു. തിരിഞ്ഞു നിന്നിട്ട് എനിക്ക് രണ്ട് സെൻറ്റൻസ് എന്നോട് പറഞ്ഞിട്ട് വടിന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി പോകുന്ന സീനാണ്. ഇത് ഷൂട്ട് ചെയ്യാൻ 1 മണിക്കൂർ മതി. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ഷാജി കൈലാസ് ചോദിച്ചു, ചേട്ടാ എന്താ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറയാം, അത് ചോദിക്കണ്ട, ഒരുപക്ഷെ എൻ്റെ മരണം വരെ സംഭവിച്ചേക്കാം, നിങ്ങൾ ഈ സീൻ എടുത്ത് തീർക്കാനും മുമ്പ് എന്നാ ഞാൻ പറഞ്ഞു. ഇത്രയും വേഗം സീൻ എടുക്കാൻ പറഞ്ഞു. അവരെല്ലാവരും വല്ലാതായി. ഈ ഷാജി കൈലാസ് നേരെ അന്നേരം മമ്മൂട്ടി അവിടെ ഇല്ല, വന്നിട്ടില്ല. അവിടെ ചെന്ന് എന്നെ കാറിനകത്ത് കൊണ്ടിരുത്തി എല്ലാം റെഡിയാക്കി മറ്റേ കാറും കൊണ്ട് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി വന്നു. മമ്മൂട്ടി വന്നപ്പോൾ മമ്മൂട്ടിയോട് അവിടെ വെച്ച് പറഞ്ഞു കാണും, ഷാജി തിലകൻ ചേട്ടന് സുഖമില്ല. മമ്മൂട്ടി വന്നിട്ട് ഈ ഗ്ലാസിൻ്റെ ആ വെന്റിലേറ്ററിലൂടെ എന്നെ ഒന്ന് വിട്ടു. സുഖമില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയും, മോന്ത കണ്ട അറിയാൻ പാടില്ലേ സുഖമില്ലെന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് മുഖം, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ഈ നീര് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊട്ടും വയ്യ, ശ്വാസം കിട്ടുന്നുമില്ല, നല്ലപോലെ മുട്ടുന്നുണ്ട് ശ്വാസം. ഉടനെ മമ്മൂട്ടി പറഞ്ഞു, തിലകൻ ചേട്ടനെ വേഗം വിടണം എന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് സീനിലെടുത്തു. ഞാൻ അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിന് ട്രിവാൻഡ്രത്ത് വന്നു. ഉടനെ തന്നെ കിംസി പോയി എന്നെ അഡ്മിറ്റ് ചെയ്തു. ICUയിൽ 12 എത്ര ദിവസമായിരുന്നു? 6 ദിവസം. 6 ദിവസം അഡ്മിറ്റ് ചെയ്തു. 3 ദിവസം മാസ്ക് വെച്ച് കിടത്തി. അങ്ങനെ സാക്രിഫൈസ് മെൻറ്റാലിറ്റി ഉള്ളതാണ് ഞാൻ. നിങ്ങൾ വേഗം പടം എടുത്തോ, അല്ലെങ്കിൽ ഈ സീൻ മിച്ചം വരും, ചിലപ്പോൾ ഞാൻ തട്ടിപ്പോകുന്നു പറയും. അവരത് തമാശയായിട്ടാണ് കേട്ടെങ്കിലും ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. എടുത്ത് തീർത്തിട്ട് ഞാൻ വരികയും ചെയ്തു. ഞാൻ ആശുപത്രി കിടന്ന് ഒരുപാട് പണം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി ആശുപത്രി. അത് ചെയ്ത് ഞാൻ. അപ്പം മമ്മൂട്ടി ഞാനിട്ട് ഉടക്കി പിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അങ്ങനൊന്നും പിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം മമ്മൂട്ടി ഫാൻസ് എന്ന് പറയപ്പെടുന്ന കുറേ ആൾക്കാർ എന്നെ ഈ ഫാൻസ് അസോസിയേഷനിലെ ചുരുക്കത്തിൽ ഇവരെയൊക്കെ നശിപ്പിക്കുന്നത് അവർക്കൊരു പങ്കില്ലേ? തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ അഭിമാനത്തിന് വരെ ഭംഗം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് മമ്മൂട്ടി ചെയ്യുന്നത്. ഞാനും എല്ലാവരും, നിങ്ങളും, ഇതെല്ലാം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായം ഉള്ളത് കൊണ്ടുണ്ടായെന്ന് വരാം. അതിന് കയറി പുറത്തുള്ള ശക്തികൾ ഞങ്ങളോടൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ തമ്മിൽ ശത്രുക്കളായിട്ട് കാണുക എന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഫാൻസ് അസോസിയേഷനെ കുറിച്ച് ജഗതി ശ്രീകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എൻ്റെ കോലം കത്തിച്ചു. കോലം അവർക്ക് കത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ രീതി അനുസരിച്ച് എന്നെ കത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമുക്കൊന്നും സുരക്ഷ ഉറപ്പില്ല. അങ്ങനെയുള്ള ഭീഷണി വല്ലതും ഉണ്ടോ? എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട്
അതായത് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മുതൽ തുടങ്ങിയിട്ട് ഇന്നലെ കാറിലിരിക്കുമ്പോൾ ഇവിടെ വന്ന് രാത്രി മുഴുവനും എൻ്റെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എടുത്ത് അറ്റൻഡ് ചെയ്ത് അപ്പം തെറിയാണ്. നീ ആരടാ, നീ എന്താണാടാ വിചാരിച്ചത്, ഞങ്ങളുടെ മമ്മൂട്ടിയെ എന്നൊക്കെ പറയണം. കുറേ കഴിയുമ്പോൾ ഞാനിത് എടുക്കാതായി. കാരണം ഈ നമ്പർ കണ്ടാൽ എനിക്കറിയാം. എടുക്കാതെയായി. പിന്നെ മെസ്സേജ് വന്നു. മെസ്സേജെല്ലാം എൻ്റെ ഫോണിലുണ്ട്. ഞാൻ എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോവാം. ഇത് ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. പിന്നെ തട്ടിക്കളയും മറ്റേതെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാലൊന്നും ഭയപ്പെടുന്നവനല്ല തിലകൻ. ഒരാളെ കൊല്ലാൻ പറ്റും, പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. അത് വിശ്വാസമുള്ള ആളാണ് ഞാൻ. എന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല, കൊല്ലാനേ പറ്റില്ല. ഇനി ഇതൊക്കെ രമ്യമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാൻ നിൽക്കും. അല്ലാതെ വെല്ലുവിളിച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്ന് എന്നെ ഒതുക്കാമെന്ന് വിചാരിക്കണ്ട. രമ്യമായിട്ട് ആര് വന്നാലും ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണെന്നറിയണം. ആ പ്രശ്നം എല്ലാവരും മറന്നിപ്പോൾ. സംഭവിച്ച പ്രധാന പ്രശ്നം എനിക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഉപരോധിച്ചിരിക്കുകയാണ്. അത് സാമൂഹ്യ പ്രശ്നമാണ്. ഇവിടുത്തെ തൊഴിൽ മന്ത്രിയൊക്കെ ഇടപെടേണ്ട പ്രശ്നമാണത്. അത് നിരോധിച്ചിരിക്കുന്നത് ട്രേഡ് യൂണിയൻ്റെ നേതാവ് കൂടിയാണെന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ്. അത് പ്രൊഡ്യൂസർ സുബൈറാണ് എന്നോട് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു. അയാളെ പേര് വരെ പറഞ്ഞു. ഇതിൻ്റെ ഈ ഫെഫ്കായുടെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട്, വിനയൻ്റെ പടത്തിൽ അഭിനയിച്ച ഒരു അഭിനേതാവിൻ്റെ മേലിൽ മലയാള സിനിമയിൽ കാലുകുത്തിക്കരുത്, അത് എൻ്റെ പ്രസ്റ്റീജ് പ്രശ്നമാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ പറഞ്ഞു. ഞാനും അതുതന്നെ ആവർത്തിച്ചു. ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പറഞ്ഞു ഈ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെങ്കിൽ ഈ മലയാള സിനിമ എന്ന് പറയുന്നത് ആ സൂപ്പർ സ്റ്റാർ ആണോ എന്ന് ഞാൻ ചോദിച്ചു. പണ്ട് കോൺഗ്രസ് ആണ് കരുണാകരനാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞവരാണോ എന്ന് ഞാൻ ചോദിച്ചു. അതുപോലും ഇവിടുത്തെ ജനം സമ്മതിക്കുമോ? കരുണാകരനാണ് കോൺഗ്രസ് എന്ന്, അല്ല കോൺഗ്രസ്സാണ് കരുണാകരൻ ലീഡറാണെന്ന് സമ്മതിക്കാം നമുക്ക്. അതുപോലാണിതും. അല്ല, ഈ സൂപ്പർ സ്റ്റാർഡത്തിന് ഒരു അറുതി ഉണ്ടാവുമോ മലയാള സിനിമയിൽ? ഉണ്ടാകണം. സൂപ്പർ സ്റ്റാർ എവിടെ നിലനിൽക്കുന്നോ അവിടെ നല്ല സിനിമ ഉണ്ടാകില്ല. തമിഴ്നാട്ടിൽ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. അന്നത്തെ പടം കാണാൻ ഞാൻ കണ്ടിട്ടില്ല, സൂപ്പർ സ്റ്റാർസിൻ്റെ പടം. അതേസമയം ശിവാജി ഗണേശൻ സൂപ്പർ സ്റ്റാറായിട്ട് ഞാൻ അറിയപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഞാൻ കാണുമായിരുന്നു. അതിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ട് ഞാൻ. മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ കാണാറുമില്ല. ഇവിടെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുടെ ഉണ്ടായതിന് ശേഷം, അന്ന് കേരളത്തിലില്ലായിരുന്നു. കേരളത്തിൽ നിന്ന് പ്രേം നസീർ, സത്യന്, മധുവൊക്കെ ഒന്നിച്ചഭിനയിക്കുകയും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കഥകൾ വന്നുകൊണ്ടിരുന്നു. നല്ല സാഹിത്യകാരന്മാരെഴുതിയ നല്ല സങ്കല്പങ്ങൾ, നല്ല ഭാവനകളുള്ള, നല്ല മുഹൂർത്തങ്ങളുള്ള കഥകൾ വന്നുകൊണ്ടിരുന്നു. മനുഷ്യഗന്ധിയായ, ജീവിതഗന്ധിയായ. ഇന്നങ്ങനെ ഇല്ല. ഇന്ന് ഇംഗ്ലീഷ് ചിത്രങ്ങൾ കോപ്പി അടിക്കുന്നു, അല്ലെങ്കിൽ വിജയിച്ച ചിത്രങ്ങളിലെ ഏറ്റവും നന്നായ സീൻസ് എടുത്ത് കോപ്പി അടിച്ച് ചേർക്കുന്നു. യാതൊരു ലോജിക്കും ഇല്ലാതെ അത് കൈകാര്യം ചെയ്യുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അമ്മയിലുള്ള ഒരു നടൻ, അയാൾ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ പുറകെ നിൽക്കുന്നു, എൻ്റർ ചെയ്യാൻ പോവാ, ക്യാമറ അവിടെ ഓണാ. അവിടുന്ന് ഓർഡർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഇയാൾ ചേട്ടാ നോ ലോജിക്ക് കേട്ടോ, ലോജിക്കൊന്നുമില്ല, നമ്മൾ കയറുന്നു. ഞാൻ പറഞ്ഞു മിണ്ടായിടും, അവിടുന്ന് ഓർഡർ വരുന്നത് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, ലോജിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ 19 വയസ്സ് മുതൽ ഞാൻ പ്രൊഫഷണൽ നടനാണ്. അന്ന് മുതൽ ഞാൻ അഭിനയിക്കുന്ന നാടകങ്ങളുടെ എല്ലാം സ്ക്രിപ്റ്റിൽ ഞാൻ കൈവെക്കുമായിരുന്നു. ഞാൻ ആദ്യം അഭിനയിച്ച പ്രൊഫഷണൽ നാടകം ജോസ് പ്രകാശിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ്, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്. അതിൽ ജോസ് പ്രകാശിനോട് ചോദിച്ചറിയാൻ ഞാൻ തിരുത്തിക്കൊണ്ട് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. കൊള്ളാവടാ, അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിചയമുണ്ട് എനിക്ക് സ്ക്രിപ്റ്റിങ്ങിനെക്കുറിച്ച്. ഞാൻ അഭിനയിക്കുന്ന ഇപ്പോൾ ഇതുവരെ അഭിനയിച്ച് തീർത്തതിനകത്തെല്ലാം ഞാൻ കൈകടത്തും. ഡയറക്ടറോട് പറയാൻ പറയും, ഇതിങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അർത്ഥവ്യത്യാസം ഉണ്ടാകുമെന്ന് പറയാൻ പറയും. ഇന്ന് വരെ ഒരു ഡയറക്ടറും അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അത് കറക്റ്റ്, അങ്ങനെ ആയിക്കോളാം പറയാൻ. അങ്ങനെയാണ് കൂടുതൽ മെച്ചപ്പെടുമല്ലോ അല്ലേ? അങ്ങനെ മെച്ചപ്പെടും. അങ്ങനെയാണ് ടീം വർക്കാണ്. അല്ലാതെ ഇവിടെ വേറെ ചില
താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കലാലോകത്ത് മൂവ് ചെയ്താൽ ഈ വക എല്ലാ വൃത്തികേടുകളും ഉണ്ടാകും. ഇപ്പം ഞാൻ തിലകനിലെ നടൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് വരെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണന് വിവരമില്ലാത്തതുകൊണ്ടാണ്. ആ നടൻ ആത്മഹത്യ കഴിഞ്ഞു എന്ന്. ഉണ്ണികൃഷ്ണന് നടനെക്കുറിച്ച് എന്തറിയാം? അയാൾ വിവരം കിട്ടണമെന്നുള്ള തെളിവല്ലേ? അതേ സമയത്ത് ഈ എന്നെ വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞിട്ടുള്ള മമ്മൂട്ടി ഫാൻസിലെ ആൾക്കാർ വരെ പറയുന്നു നിങ്ങൾ ദ്രോണായിൽ വളരെ മനോഹരമായിരുന്നു എന്ന്. അപ്പം എല്ലാ നടൻ അവിടം വരെ ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ. നടൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് പ്രേം നസീറിൻ്റെ അവാർഡ് ഞാൻ മേടിച്ച ദിവസമാണ്, 31-ാം തീയതി കഴിഞ്ഞ. അന്ന് ഞാൻ പറയുന്ന നസീർ എന്ന് പറയുന്ന നടൻ നിത്യഹരിത നായകനായിട്ടിവിടെ വർത്തിച്ചയാൾ ജനിച്ച മണ്ണിൽ കാലി ചോട്ടിക്കൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ ഈ പോക്കിൽ ഞാൻ പരാജയപ്പെട്ടാൽ എന്നിലെ നടൻ ആത്മഹത്യ ചെയ്യുന്നു. കാരണം ഞാൻ മേലിൽ സിനിമയിൽ അഭിനയിക്കില്ലെന്നേ പറഞ്ഞുള്ളൂ. എന്നെ ഇഷ്ടമുള്ള ജനമുണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ജനങ്ങൾ ഏറ്റെടുക്കട്ടെ. എന്നെ നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ? വേണ്ടെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ എന്നെ അടിച്ചേൽപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അത് വേറെ ആരുണ്ടൊക്കെ ചെയ്ത് ഉണ്ണികൃഷ്ണൻ കാണുകയാണ്. ഉണ്ണികൃഷ്ണൻ വന്നതും അങ്ങനെ ആയിരിക്കാം. ഇയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാ. ഈ ഉണ്ണികൃഷ്ണൻ ഞാൻ ആരാണ്, എൻ്റെ സ്വഭാവം എന്താണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. ഒരിക്കൽ PJ ആൻ്റണിയോട് നമ്മുടെ മലയാള നാടകത്തിലുള്ളൊരു ഉന്നതനായ നടൻ ചോദിച്ചു, ഇപ്പം ഇല്ല അയാൾ, എൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഒരു നാടക സ്റ്റേജിൽ ഞാനും PJ ആൻ്റണിയും കൂടെ അഭിനയിക്കുന്ന ഒരു നാടക സ്റ്റേജിൽ വന്നിരുന്നിട്ട് ഞാൻ ബെല്ല് കൊടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ആൻ്റണി ചോദിക്കുന്നു ഇയാളെ എങ്ങനെ താങ്ങുന്നു എന്ന്. ആൻ്റണി പറഞ്ഞു ഞാൻ താങ്ങിയിട്ട് പൊങ്ങുന്നുണ്ടെന്ന്. അതാണ് സത്യം. അയാൾ മറന്നുപോയി അയാൾ ചോദിക്കുന്നത് PJ ആൻ്റണിയോടാണ്. ഞാൻ താങ്ങിയിട്ട് പൊങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. താങ്ങണ്ട പോലെ താങ്ങണമെന്നർത്ഥം, പൊങ്ങും. എന്തായാലും ഈ പാരവെപ്പൊക്കെ താമസിയാതെ അവസാനിക്കും അല്ലേ? നമുക്കെല്ലാവർക്കും അങ്ങനെ വിചാരിക്കാം. ഒരു നല്ല അന്തരീക്ഷത്തിൽ മലയാള സിനിമ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാര്യം കൂടെ, മലയാള സിനിമ എന്ന് പറയുന്നത് ജനകീയ കലയാണ്. ജനങ്ങൾക്ക് ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്ന കല കൂടാണ് സിനിമ. നാടകം അങ്ങനെ തന്നെയാണ്, പക്ഷേ അതിനേക്കാളൊക്കെ പ്രഥമ സ്ഥാനം സിനിമയ്ക്കാണുള്ളത്. ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമുക്ക് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റും. എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അഭിനയിക്കാൻ വന്നതിന് ശേഷമല്ല, ഞാൻ പ്രേക്ഷകനായിരുന്ന കാലത്ത് എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തി തന്നിട്ടുണ്ട് സിനിമ. അതുപോലെ മാറ്റുന്നുണ്ട്. ചിലർ പറയും സിനിമയ്ക്ക് സമൂഹത്തെ ഒന്നും മാറ്റിമറിക്കാൻ പറ്റില്ലെന്ന്. അത് അവർക്ക് ഈ സിനിമ ഉണ്ടാക്കാനുള്ള കഴിവ് കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് സിനിമ എന്ന് വരുത്താൻ വേണ്ടി പറയുന്നത്. അങ്ങനല്ല. ഏത് സാംസ്കാരിക പ്രവർത്തനോട് ചോദിച്ചു നോക്കിയോ അവർ പറയും സിനിമയ്ക്ക് ജനത്തെ മാറ്റിമറിക്കാൻ പറ്റും എന്ന്. മോഹൻലാലിൻ്റെ മീശ വെച്ചുകൊണ്ട് നടക്കുന്ന എത്ര ചെറുപ്പക്കാരെ ഞാൻ കാണിച്ചുതരാം. എത്രയോ ചെറുപ്പക്കാരുടെ ഈ ഒരം ഇങ്ങനെ മേലോട്ട് പൊങ്ങി സംസാരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അന്ധമായ ആരാധന കൊണ്ടാണ്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന ആശയങ്ങളോടും അതേ സാമീപ്യം അവർക്കുണ്ടാവും, സമീപനം ഉണ്ടാവും. അതിൽ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് ഞാൻ നിന്ന് പറഞ്ഞാൽ ശരിയാണ് എന്നവൻ്റെ മനസ്സും പറയും. അത് ആ ഒരു പ്രത്യേക ലൈറ്റിലും, ആ ഒരു പ്രത്യേക ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ലൈം ലൈറ്റാണ്, അല്ല നിങ്ങൾ ഈ ലൈറ്റ്. ഈ ലൈം ലൈറ്റിൽ നിന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ നെഞ്ചിനകത്ത് കയറും. ഇങ്ങനെ മലയാള സിനിമയ്ക്ക് തിലകൻ എന്ന് പറയുന്ന നടൻ വന്നു എന്നുള്ളത് അതിന് ഉപരി ഞാൻ മലയാള സിനിമയ്ക്ക് എന്ത് സംഭാവന ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതാണ്. രണ്ട് നല്ല എഴുത്തുകാരെയും ഒരു നല്ല നടനെയും ഞാൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തു. രണ്ട് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ലോഹിതദാസും ടി റസാക്കും, നടൻ ജോസ് പല്ലിശ്ശേരിയാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. മോശമായില്ലല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണെന്ന് എന്താ ഉമ്മ കുറ്റി മൂസ എന്ന് ചോദിച്ച പോലെ. അപ്പോൾ ഇതൊക്കെ ചെയ്തവനാണ് ഞാൻ. ഇത് ഇങ്ങനെ ചെയ്ത് എത്ര പേരുണ്ട് വേറെ ഈ കുറ്റം പറയുന്നവർ ഒന്ന് പറയട്ടെ. അവർ വെറുതെ ഒരാളെ അങ്ങോട്ട് തള്ളി മാറ്റി അവനെ മാറ്റല്ലേ നമ്മുടെയൊക്കെ ഭാവി പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടാവാം ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തെറ്റ് പറയരുത്. അല്ലെങ്കിൽ അതിൻ്റെ റീസൺ പറയണം. തിലകൻ ഈ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കരുതെന്ന് എനിക്ക് നോട്ടീസ് തരണം. അങ്ങനെ നോട്ടീസ് കിട്ടിയാൽ അത് അനുസരിക്കണോ വേണ്ട എന്ന് പിന്നീട് ഞാൻ തീരുമാനിക്കും. പക്ഷേ ഇവർ ചെയ്യേണ്ടത് എന്നെ അറിയിക്കണം. എന്നിട്ടും ഞാൻ പോയാൽ എൻ്റെ പേര് നടപടി എടുക്കാം അവർക്ക്, അവരുടെ നിയമപ്രകാരം. ഇതൊന്നും ചെയ്യാതെ ഞാൻ അത് പോയി അഭിനയിച്ച് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ
ഈ ബ്രദേഴ്സിലേക്ക് എന്നെ വിളിക്കുന്നില്ല അവർ. എന്താ കാരണമെന്ന് പറയുന്നുമില്ല. ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഇത് പറയുന്നത്. എന്തായാലും തിലകൻ ചേട്ടാ, കൂടുതൽ കരുത്താർന്ന കഥാപാത്രങ്ങളുമായി അഭിനയത്തിൻ്റെ ഉയരങ്ങൾ ഇനിയും കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. അല്ലാതെ എങ്ങനെ കീഴടക്കുക? എന്നിലെ നടൻ മരിച്ചു എന്നല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? അതൊരാൾ പറഞ്ഞതല്ലേ, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹം കൂടെ അറിയട്ടെ. എന്തായാലും വളരെയധികം അയാളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അതെ, ജനം എൻ്റെ പക്ഷത്തുണ്ട്, അതെനിക്ക് അനുഭവപ്പെട്ടു. ഓക്കെ. കാരണം ഞാൻ ചെയ്തത് വലിയ കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വശം തളർന്നു പോയത് ഈ തൊഴിലുകൊണ്ടാണ്. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് അറിയോ, എൻ്റെ കുടുംബമില്ല എനിക്ക്. എന്നെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഞാൻ എങ്ങനെ ധാർമ്മിക രോഷത്തിൽ വരാതിരിക്കും? ശരിയാ. ഇത് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടി ഉൾപ്പെടെ. താങ്ക് യു.